വീട് വൃത്തിയാക്കാത്തതിന് അമേരിക്കയിൽ ഭർത്താവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച ഭാര്യ അറസ്റ്റിൽ. ഇന്ത്യക്കാരിയായ ചന്ദ്രപ്രഭ സിംഗാനോർത്ത് കരേലിൽ അറസ്റ്റിലായത്. ഭർത്താവ് അരവിന്ദ് സിംഗ് ചികിത്സയിലാണ്. ഭാര്യ തന്നെ മനഃപൂർവ്വം കഴുത്തിൽ കുത്തിയതാണെന്നാണ് അരവിന്ദ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. തർക്കത്തിനിടെ കത്തിയുമായി തിരിഞ്ഞപ്പോൾ അബദ്ധത്തിൽ കൊണ്ടെന്നാണ് ഭാര്യയുടെ മൊഴി. സ്കൂൾ അധ്യാപികയായ ചന്ദ്രയെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പണ്ട് ഇപ്പോൾ ഭർത്തപീഡനം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഭാര്യാപീഡനം എന്ന് അധികം ആരും ചർച്ച ചെയ്ത് കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ആരും അത് പുറത്തു പറയാൻ മടിയാണ്. ഇപ്പോഴാണ് രാഹുൽ ഈശ്വറൊക്കെ പറയുന്ന പുരുഷ കമ്മീഷനോടെ കുറിച്ചൊക്കെ തോന്നിപ്പോകുന്നത്. അല്ലെങ്കിൽ ഈ വീട് വൃത്തിയാക്കില്ല എന്ന് പറഞ്ഞ് കത്തിക്കെടുത്ത് കുത്തണേ സ്ത്രീകളൊക്കെ നമ്മളെവിടെ കേട്ടിട്ടുള്ളത്. ഇതുകൊണ്ട് എന്നാൽ ഈ മാതിരി കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പുരുഷ കമ്മീഷൻ്റെ ആവശ്യം ഇവിടെയാണ് വരുന്നത്. പുള്ളി ഉദ്ദേശിച്ചത് ലൈംഗികതയുടെ എന്നെ പരാതി കൊടുക്കുന്നവർക്കെതിരെയാണ്. സത്യം പറഞ്ഞാൽ അതിന് മാത്രമല്ല, ഇതുപോലെ സ്ത്രീകളാൽ ആക്രമിക്കപ്പെടുന്ന പുരുഷന്മാർക്ക് വേണ്ടിയും ഈ പുരുഷ കമ്മീഷൻ വരണമെന്ന് എനിക്ക് പറയാനുള്ളത്. ജോലി സസ്പെൻഡ് വീട് വൃത്തിയാക്കിയിട്ടാന്ന് പറഞ്ഞു. ഇതുപോലെ ഒരുപാട് ഭർത്തപീഡന അതായത് ഭാര്യയുടെ അമ്മായിയമ്മ അവിടെ അങ്ങനെയുള്ള അടികളും നിരവധി ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന് പ്രമുഖനാണ് പ്രമുഖ 2 നടന്മാരുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ ജയൻ രവി, ഇപ്പോൾ ഡൈവോഴ്സ് ചോദിക്കുന്നത് വയസ്സ് ചോദിക്കുക പറഞ്ഞ മാനസിക സംഘർഷം കൊണ്ട് അദ്ദേഹം ഇപ്പോൾ കേസുമായിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് GV പ്രകാശ് കുമാർ, അത് മ്യൂസിക് ഡയറക്ടറാണ്. അതിൻ്റെ ഭാര്യയുടെ അമ്മായിയമ്മ കാശ് ചോദിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ചൂഷണം ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഒരു കേസ്. അപ്പോൾ ഇങ്ങനെ നിരവധി ആണുങ്ങളും ഉണ്ട്. പ്രമുഖർക്ക് വരെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ സാധാരണക്കാരനായാലും രീതിയുണ്ട്. ആണായാലും പെണ്ണായാലും അവരെ ചൂഷണം ചെയ്യാനുള്ള അധികാരമല്ല ഭാര്യ ഭർത്താവ് ബന്ധം. ഓർത്തിരിക്കുക.